താങ്കൾ ഈ പറഞ്ഞ കോളേജിലെ SFI പ്രവർത്തകർ എന്നെ സംരക്ഷിക്കാനായി സംരക്ഷണ കവചം തീർത്തു എന്ന് പറയുന്ന SFI പ്രവർത്തകരിൽ 4 പേരെ താങ്കൾ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? സ്മൃതി, അത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുള്ള എല്ലാവരും റിപ്പോർട്ടേഴ്സാണ്, എല്ലാവരും മാധ്യമപ്രവർത്തകരാകാൻ കഴിയും. താങ്കൾ ഒന്നുകൂടെ ആ ദൃശ്യം പ്ലേ ചെയ്യൂ. ഞാൻ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ. എന്നെ അടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചടിക്കാൻ പോകുമല്ലത്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന അല്ല, ഒന്ന് കേൾക്കൂ. ഞാൻ ആ ദൃശ്യം, അതിനുശേഷം ഞാൻ ആ വീഡിയോ നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ നോക്കൂ. ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. എന്നെ അടിക്കാൻ വന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കുക ഇത്, അല്ലാതെ ഞാൻ തിരിച്ചടിക്കാൻ പോകില്ലത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ഈ 50ഓളം വരുന്ന SFI വിദ്യാർത്ഥികൾ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൽ ചെന്ന് ഏരിയ സെക്രട്ടറിനെ അടിക്കുമ്പോൾ ആ 50-ൽ ഒരാളെങ്കിലും അവരുടെ സ്വന്തം പ്രിൻസിപ്പലിൻ്റെ കോളേജിലിരിക്കുന്ന ആ ഒരു CCTV നമുക്ക് മറന്നു കളയാം. ഇപ്പോൾ അതിന് ഒരാളെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിയല്ലേ അടിക്കുന്നത്. ഇവർ ആ ദൃശ്യം പുറത്തു വിടട്ടെ. SFI അതല്ല എന്റെ പ്രശ്നം. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഡോക്ടർ സുനിൽ ഭാസ്കർ എന്തിനാണ് SFI പ്രവർത്തകരെ, കോളേജിലെ SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. വരുന്നു. ഞാൻ ആ ചോദ്യം എന്ത് മര്യാദകേടാ പറയണത്? ഒരു 50 പേര് വേറെ ഉണ്ടല്ലോ അവിടെ. ഒരു 50 പേര് വേറെ ഉണ്ടല്ലോ. മുഹമ്മദ് സാദിഖ് അദ്ദേഹം മറുപടി പറയട്ടെ. സ്മൃതി, മുഹമ്മദ് സാദിഖ് അദ്ദേഹം മറുപടി പറയട്ടെ. പറയൂ സ്മൃതി. ഇന്നലത്തെ അവിടുത്തെ കൊലവിളി പ്രസംഗം നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനെ പ്രസംഗം നടത്തിയതിന് ശേഷം ഒരു പ്രിൻസിപ്പള് ഒരു SFI ഏരിയ സെക്രട്ടറി അടിച്ചിട്ട് ഇന്ന് കൊയിലാണ്ടി ജംഗ്ഷനിലൂടെ ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പോൾ സുമി, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് വരാം. ഈ 4 കുട്ടികളാണ് അവിടെ പ്രിൻസിപ്പളിനോട് ഒരു അനുവാദം പോയിട്ട് പ്രിൻസിപ്പളിനെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇട്ടിരിക്കുന്നത്. ഈ ഹെൽപ്പ് ഡെസ്ക് ഇട്ടു എന്ന് മാത്രമല്ല അത് അതിനുശേഷം എന്നോട് 10 മിനിറ്റ് സമയം ചോദിച്ചു സാറേ ഫോട്ടോ എടുക്കാൻ. ഈ 10 മിനിറ്റ് സമയം കൊണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്നിതാ എനിക്ക് സ്മൃതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. സ്മൃതി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. അരമണിക്കൂർ മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാം രജിസ്ട്രാറിന്റെ ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. സ്മൃതി എന്നെ അനുവദിക്കണം. മുഹമ്മദ് സാദിഖ് ക്ഷമയോടെ കേൾക്കൂ. താങ്കൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറയാൻ സമ്മതിക്കുന്നേ. താങ്കൾ എല്ലാ കേസും കൂടി എടുത്തുകൊണ്ട് വരരുത്. മുഹമ്മദ് സാദിഖ് ഇപ്പോൾ സംസാരിക്കുന്നത് മർദ്ദനത്തിന്റെ കേസാണ്. അത് മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ പറ്റൂ. താങ്കൾ അവിടുത്തെ മുഴുവൻ കേസ് എടുത്തുകൊണ്ട് വരരുത്. മിണ്ടാതിരിക്കൂ. അതൊക്കെ ചർച്ച ചെയ്യണം. അല്ല, എന്ത് ചർച്ച ചെയ്യണം താങ്കൾ ഡിക്റ്റേറ്റ് ചെയ്യണ്ട. മുഹമ്മദ് സാദിഖ് എന്ത് ചർച്ച ചെയ്യണം ഡിക്റ്റേറ്റ് ചെയ്യാതിരിക്കും. ഒരു അധ്യാപികയെ നിങ്ങളുടെ ഈ ഭാഷയാണ് നിങ്ങളുടെ പ്രശ്നം. അദ്ദേഹം മറുപടി പറയട്ടെ. മുഹമ്മദ് സാദിഖ്, നിങ്ങളുടെ ഈ ഭാഷയാണ് നിങ്ങളുടെ പ്രശ്നം. ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ഇവിടെ ഒരിക്കൽ പോലും മിണ്ടാതിരിക്കുന്നവരും ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഷയെ ഒന്നും തിരുത്താൻ സ്മൃതി ഇല്ല, തിരുത്താൻ വിചാരിക്കാൻ നടക്കില്ലെന്ന് അറിയാം. എന്നാലും പറയാണ്. ഡോക്ടർ സുനിൽ ഭാസ്കർ പറയൂ. വേഗം പൂർത്തിയാക്കും. അടുത്ത ആളുകളിലേക്ക് പോകണം. എന്തിനാണ് മാനസികമായി ഇദ്ദേഹം പീഡിപ്പിച്ചത്? സ്മൃതി, അപ്പോൾ ഇന്നുണ്ടായത് എന്താ? ഇന്ന് രജിസ്ട്രാറിന്റെ ഫോൺ എനിക്ക് വന്നിരിക്കുന്നു. ആ രജിസ്ട്രാറിന്റെ ഫോൺ എന്നോട് ചോദിക്കുന്ന ഇതാണ്. ഒരു മെയിൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. 7 മണിക്കാണ് ഫോൺ വരുന്നത്. 8 മണിക്കുള്ളിൽ അതിന്റെ മറുപടി വേണം. കോളേജിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയിൽ സബ്മിഷൻ വന്നിരിക്കുന്നു. അതിന്റെ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറിന് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം, ഇത്രയും വ്യാപകമായിട്ടുള്ള പ്രശ്നമുണ്ടായതിനു ശേഷം ആ കുട്ടികൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതാണോ? അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. നടപടി എടുത്തവരെ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. നാളെ ഈ പ്രശ്നം സഭയിലും വരും. പ്രതിപക്ഷം അത് സഭയിൽ കൊണ്ടുവരും തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാം ഡോക്ടറെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.